ജിന്നും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഖുർആനും ഹദീസിലും എന്താണെന്നാണ് പറയുന്നത്? അതായത് ജിന്നും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ഏത് വരെയാണ് ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹിൽ ഫായിസീന ബിറദല്ലാഹി അമ്മാ ബഅദ്. വിശുദ്ധ ഖുർആനിൽ അതിൻ്റെ തുടക്ക ഭാഗങ്ങൾ വായിച്ചു വരുന്ന ഘട്ടത്തിൽ സൂറത്തുൽ ബഖറ ആരംഭിക്കുന്നിടത്ത് തന്നെ, അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ മനുഷ്യരും ജിന്നുകളും തമ്മിലുണ്ടായ ബന്ധത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. അത് നമ്മുടെ ഉപ്പയായ അബുൽ ബശർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ ആദരണീയനായി പ്രഖ്യാപിക്കുകയും ആ ആദമിന് സുജൂദ് ചെയ്യുവാനുള്ള കൽപ്പന വരികയും ചെയ്തപ്പോൾ അബാ വസ്തക്ബറ, അവിടെ ജിന്നുവർഗത്തിലുണ്ടായിരുന്ന ജിന്നുകളുടെ പിതാവ് എന്ന് പറയാൻ തന്നെ കഴിയുന്ന ഇബ്ലീസ് വിസമ്മതിക്കുകയും കിബർ നടിക്കുകയും ചെയ്തു. മനുഷ്യനും ജിന്നുകളും തമ്മിൽ ഉള്ള ബന്ധത്തിൻ്റെ തുടക്കം അവിടെയാണ്. അബാവസ്തക്ബറ, കിബർ നടിച്ച് പുറകോട്ട് പോവുകയും അതിൻ്റെ പേരിൽ അവൻ മൽഊനാവുകയും റജീമാവുകയും ഒക്കെ ചെയ്തു. അവിടെ മുതൽ മനുഷ്യരോടുള്ള വിദ്വേഷത്തിൻ്റെ, വെറുപ്പിൻ്റെ ഒരു സ്വഭാവം ജിന്ന് വിഭാഗങ്ങളിൽ ഊട്ടപ്പെട്ടു എന്നാണ് ഉലമാ വിശദീകരിക്കുന്നത്. മനുഷ്യരോടുള്ള ശത്രുത ജിന്ന് വിഭാഗത്തിൻ്റെ അടിസ്ഥാന സ്വഭാവമാണ് എന്ന് തന്നെ ഉലമാ പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഏതൊരു മുസ്ലിമും ഏതൊരു വിശ്വാസിയും ജിന്ന് വിഭാഗത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെടുന്ന വിഷയം സംസാരിക്കുമ്പോൾ ആദ്യമായി ഓർക്കുന്നതും പറയുന്നതും ഇസ്തിആദത്താണ്. ആ ഇസ്തിആദത്ത് അല്ലാഹുവിനോടാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, ആട്ടപ്പെട്ട പിശാചിൽ നിന്ന് അല്ലാഹുവിനോട് ഞാൻ അഭയം ചോദിക്കുന്നു. ഈ രൂപത്തിൽ ഇസ്തിആദത്ത് കൊണ്ട് അവരെ തടയണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത്. ഒരാൾ ടോയ്ലറ്റിൽ പ്രവേശിക്കുന്ന വേളയിൽ പോലും അവൻ നടത്തുന്ന പ്രാർത്ഥന, അള്ളാഹുവിനോട് നടത്തുന്ന പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ്. ഇവിടെ ഉണ്ടാകാവുന്ന ഉപദ്രവത്തിൽ നിന്ന്, അഥവാ ആൺപിശാചുക്കളിൽ നിന്നും പെൺപിശാചുക്കളിൽ നിന്നും ഉണ്ടാകുന്ന ഉപദ്രവത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. അപ്പം ആ ഒരു പരിധിയിലാണ് ജിന്ന് വിഭാഗത്തെ മനുഷ്യർ നിർത്തേണ്ടത്. മാത്രമല്ല വിശുദ്ധ ഖുർആൻ കുറച്ചുകൂടി വ്യക്തമാക്കി നമുക്ക് പറഞ്ഞു തന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് വിശദീകരിച്ചു. 3 തരം സൃഷ്ടികൾ, ആ സൃഷ്ടികളിൽ ഒന്ന് ഖുലിഖത്തിൽ മലായികത്തു മിൻ നൂർ, മലക്കുകൾ പ്രകാശത്താൽ പടക്കപ്പെട്ടു. വഖുലിഖൽ ജാന്നു മിൻ നാരിസ് സമൂം, തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗമാണ് ജിന്ന് വിഭാഗം എന്നും പറഞ്ഞു തന്നു. ഇനി വിശുദ്ധ ഖുർആൻ വീണ്ടും നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ഒരു അധ്യായം തന്നെ അള്ളാഹു അവതരിപ്പിച്ചു ജിന്നുകളെ സംബന്ധിച്ച് പറയാനും പഠിപ്പിക്കാനും അവരിലൂടെ തന്നെ നമുക്ക് വിവരങ്ങൾ കൈമാറാനും. സൂറത്തുൽ ജിന്ന് എന്ന പേരിലൊരു സൂറത്ത് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അവിടെയും അള്ളാഹു വിശദീകരിക്കുന്നത് ജിന്നുകൾക്കിടയിൽ നടക്കുന്ന, അവർക്കിടയിൽ നടക്കുന്ന അവരുടേതായ ഒരു ലോകത്തെ സംബന്ധിച്ചാണ്. അത് പ്രത്യേകം ഒരു അധ്യായം കൊടുത്തുകൊണ്ട് പറയാൻ കാരണമായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആന്റെ ആയാത്തുകൾ ഓതിക്കൊണ്ട് നിസ്കരിക്കുന്ന വേളയിൽ അത് കേട്ടുപോയ ഒരു വിഭാഗം ജിന്നുകൾ അവർ പറഞ്ഞു, ഇന്നാ സമിഅനാ ഖുർആനൻ അജബ, അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടു.
അങ്ങനെ ഒരു വിഭാഗം ആളുകൾ വിശ്വാസികളായി മാറി. എന്നിട്ട് അവരെ സംബന്ധിച്ച് നടത്തുന്ന വിശദീകരണ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വഅന്നാ മിന്ന സ്വാലിഹൂന വമിന്നാ ദൂന ദാലിക വകുന്നാ തുറായിക ഖിദദാ. ഞങ്ങളുടെ കൂട്ടത്തിൽ സ്വാലിഹീങ്ങളുണ്ട്, അല്ലാത്തവരുണ്ട്. ഇത് രണ്ടിന്റെയും മധ്യത്തിൽ ഇങ്ങനെ പോകുന്ന ആളുകളുണ്ട്. പല നിലക്കാരും പല സ്വഭാവക്കാരും ഞങ്ങൾക്കിടയിലുണ്ട്. ഇങ്ങനെ അവരുടെ ലോകത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞ, ഹബീബുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നിരവധി റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ റിപ്പോർട്ടുകളിൽ ഒന്നും തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ആവശ്യമുണ്ടായാൽ നിങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന, നിങ്ങൾക്ക് അവലംബിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമാണ് ജിന്നുകൾ എന്ന് പറഞ്ഞില്ല എന്ന് മാത്രമല്ല, ആ രൂപത്തിൽ ആരെങ്കിലും അവരോട് സഹായം തേടുകയാണ് എങ്കിൽ അത് ജാഹിലിയത്തിൽ നിലനിന്ന കുഫ്രായിക്കൊണ്ടും ഷിർക്കായിക്കൊണ്ടുമാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്. ഇപ്പൊ നമുക്കറിയാം ഇവിടെ സലഫി പ്രസ്ഥാനത്തിന്റെ അജയ്യതയെ സംബന്ധിച്ചാണ് വിശദീകരിക്കുന്നത്. അപ്പൊ സലഫികളെ സംബന്ധിച്ചിടത്തോളം അവർ മനസ്സിലാക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുല്ലയുടെ കിതാബു തൗഹീദ്, ആ കിതാബു തൗഹീദിൽ ഇസ്തിആദത്ത് അല്ലാഹുവിന് മാത്രം എന്ന് പറയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിൽ അള്ളാഹുവിനോട് മാത്രമാണ് ഇസ്തിആദത്ത് നടത്തേണ്ടത് എന്നതിന് തെളിവായി കൊടുക്കുന്ന ആയത്ത് തന്നെ സൂറത്തുൽ ജിന്നിലെ ആയത്താണ്. മക്കയിലെ മുശ്രിക്കുകളായ ആളുകൾ അവർ സ്വാഭാവികമായി മനുഷ്യരോട് ഇടപെടുന്നത് പോലെ, അവരോട് ചോദിക്കുന്നത് പോലെ വിജനപ്രദേശത്ത് എത്തിക്കഴിഞ്ഞാൽ അവിടെ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ജിന്നുകളോട് സഹായം തേടുമായിരുന്നു. ആ സഹായതേട്ടം ഇസ്തിആദത്തായി വിശുദ്ധ ഖുർആൻ പറയുന്നു. അത് ശിർക്കാണ്, അത് ശിർക്കിൽ പെട്ടതാണ് എന്ന് വളരെ കൃത്യമായി പണ്ഡിതന്മാർ വിശദീകരിക്കുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജിന്നുകളുടെ ലോകം ആലമുൻ ഗൈബി, ഗൈബിയായ ലോകമാണ്. മലക്കുകളുടെ ലോകം ആലമുൻ ഗൈബി, ഗൈബിയായ ലോകമാണ്. ഈ ഗൈബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശാസ്ത്ര പഠന മനന ഗവേഷണങ്ങൾ കൊണ്ട്, ഭൗതികമായ മാനദണ്ഡങ്ങൾ കൊണ്ട് കണ്ടെത്തുവാനോ നിരീക്ഷിക്കുവാനോ കഴിയാത്ത ഒരു ലോകമാണ്. ആ ലോകത്തെ സംബന്ധിച്ച്, അഥവാ ആലമുൻ ഗൈബി അഥവാ അദൃശ്യമായ ലോകത്തെ സംബന്ധിച്ച് പറയാൻ അവകാശപ്പെട്ടവൻ അള്ളാഹു മാത്രമാണ്. അതവന്റെ പ്രവാചകനിലൂടെ നമുക്ക് എത്തിച്ചു തന്നു. ആ എത്തിച്ചു തന്നതിൽ ജിന്നുകളുണ്ടെന്നും അങ്ങനെ ഒരു സൃഷ്ടി വിഭാഗമുണ്ടെന്നും അവർക്ക് അവരുടേതായ പ്രത്യേകതകളുണ്ട് എന്നും അവർ പല രൂപത്തിലും മനുഷ്യനെ ഉപദ്രവിക്കുന്ന വേളകളും സന്ദർഭങ്ങളുമുണ്ട് എന്നും നമുക്ക് പറഞ്ഞു തന്നു, പഠിപ്പിച്ചു തന്നു. അവരോട് അതിൽ നിന്ന്, അല്ലെങ്കിൽ അത്തരം ഉപദ്രവങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് അള്ളാഹുവിനോട് ഇസ്തിആദത്ത് ചെയ്ത് അഭയം തേടി പരിഹാരം കാണണമെന്ന് അള്ളാഹു പറഞ്ഞു തന്നു, അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്നു. അതിനപ്പുറത്ത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ആവശ്യമുണ്ടായാൽ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിയുന്ന ഒരു വിഭാഗം എന്ന നിലക്ക് ജിന്ന് വിഭാഗത്തെ, ഭൂതഗണങ്ങളെ പഠിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, അത്തരം ഇടപാട് നടത്തുന്ന ആളുകൾക്ക് ദീനിയായിട്ട പേരാണ് കാഹിൻ, ജ്യോത്സ്യൻ എന്ന്. അത് ഈ ജിന്നുകളുടെ ലോകത്ത് ഇടപെട്ടിട്ട് ഞങ്ങൾ അവരുമായി ബന്ധം സ്ഥാപിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരാം എന്നൊക്കെ വാദിച്ച് രംഗത്ത് വരുന്ന ആളുകൾ, അവർക്കിട്ട പേരാണ് ജ്യോത്സ്യന്മാർ എന്നുള്ളത്. മലയാളത്തിൽ ജ്യോത്സ്യന്മാർ എന്ന് പറയും, കാഹിൻ എന്ന് പറയും, സാഹിർ എന്നൊക്കെ അവരെ സംബന്ധിച്ച് പറയും. ദീൻ ജിന്നുകളോട് ബന്ധപ്പെടുന്ന വിഷയം മാത്രമല്ല പറഞ്ഞു, ജിന്നുകളോട് ബന്ധപ്പെടുന്നു എന്ന് വാദിക്കുന്ന ഈ ജ്യോത്സ്യന്റെ അടുക്കൽ പോലും പോകാൻ പാടില്ല. ഇയാൾ മനുഷ്യനാണ്. ആര്? ഈ പറയുന്ന ജ്യോത്സ്യൻ അല്ലെങ്കിൽ കാഹിൻ എന്ന് പറയുന്ന ആള് മനുഷ്യനാണ്. അദ്ദേഹം ജിന്നുകളോട് ഇസ്തിആദത്ത് ചെയ്യുന്നു, ജിന്നുകളോട് സഹായം തേടുന്നു, ജിന്നുകളുമായി ബന്ധപ്പെടുന്നു. അത്തരം ഒരു ജ്യോത്സ്യൻ, അയാൾ ഏത് പേരിൽ വന്നാലും, അറബി പേരിട്ട് വന്നാലും, സലഫി പേരിട്ട് വന്നാലും, ഇനി അതിലൊരു അമുസ്ലിം പേരിൽ രംഗത്ത് വന്നാലും, അത്തരം ഒരു ജ്യോത്സ്യനെ ആരെങ്കിലും സമീപിച്ചാൽ 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കൂല. ഇവിടെ ജിന്നുകളുമായി ബന്ധപ്പെടുന്ന കാര്യമില്ല, അവർ ജിന്നുകളുമായി ബന്ധമുണ്ട് എന്ന് പറയുന്ന മനുഷ്യനായ ജ്യോത്സ്യനെ കാണാൻ പോകുന്നവൻ, അവനെ സന്ദർശിക്കുന്നവൻ, ആ പോയതിന്റെ പേരിൽ, ഈ മനുഷ്യനെ സന്ദർശിച്ചതിന്റെ പേരിൽ കിട്ടുന്ന പണിഷ്മെന്റ് 40 ദിവസത്തെ നിസ്കാരം അള്ളാഹു സ്വീകരിക്കുകയില്ല. ഇനി ജിന്നുകളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പല വിവരം കിട്ടിയിട്ടുണ്ട് എന്ന് വാദിക്കുന്ന ഈ ജ്യോത്സ്യന്റെ അടുക്കൽ ഈ മനുഷ്യൻ, ആ മനുഷ്യനായ ആളിന്റെ അടുക്കൽ പോവുകയും അയാൾ പറയുന്ന കേട്ട അല്ലെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കുകയും ചെയ്താൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അവൻ മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവിശ്വസിച്ച കാഫിറാണ് എന്നാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അപ്പോൾ ജിന്നുകളുമായി ബന്ധപ്പെടുന്ന കാര്യമല്ല ഈ പറഞ്ഞത്.
ജിന്നുകളുമായി ഞങ്ങൾക്ക് ബന്ധമുണ്ട്, അവിടുന്ന് ഞങ്ങൾക്ക് വാർത്ത കിട്ടുന്നുണ്ട് എന്ന് പറയുന്ന മനുഷ്യനെടുക്കൽ പോലും പോകരുത് എന്ന് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പോൾ നമ്മളുമായി ജിന്നുകൾ ബന്ധപ്പെടുകയും ജിന്നുകളുമായി നമ്മൾ ബന്ധപ്പെടുന്ന ഒരു മേഖലയെ സംബന്ധിച്ച് ദീൻ നമ്മെ ഒരു പ്രത്യേകമായ നിർദ്ദേശം നൽകുകയും അത്തരമൊരു ബന്ധം സ്ഥാപിക്കുവാനോ അല്ലെങ്കിൽ ആ വഴിക്ക് പോകാനോ ഉള്ള നിർദ്ദേശം നൽകിയില്ലെന്ന് മാത്രമല്ല, അതിനെതിരായ നിലപാടുകൾ സ്വീകരിക്കാനാണ് ദീൻ നമ്മോട് കൽപ്പിച്ചത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്.